3 ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ജൂലൈ 1-ന് മുമ്പ് പഴയ CRPC, IPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങൾക്കും പകരമാണ് പുതിയ 3 നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പുതിയ 3 നിയമങ്ങൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അത് CRPCക്ക് പകരം, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത, അത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം. യഥാർത്ഥത്തിൽ കേന്ദ്ര ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഇത് കൊളോണിയൽ പിടിയിലായ ഈ നിയമങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഡീകൊളോണിയലൈസേഷനാണ് നടന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കൊളോണിയൽ കാലഘട്ടത്തിൽ എന്ന പോലെയായിരുന്നു ക്രിമിനൽ നടപടി നിയമങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത്. അതിനൊരു മാറ്റം വേണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ 3 നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഈ 3 നിയമങ്ങളും പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അത് ഇന്ത്യയിലെ കോടതി, പരമോന്നത കോടതി മുതൽ താഴത്തെ ഏറ്റവും മജിസ്ട്രേറ്റ് കോടതി വരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ നിയമങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഈ നിയമങ്ങൾക്ക് പകരം ഹിന്ദി പേരുകൾ പുതിയതായി അടിച്ചേൽപ്പിക്കുക എന്ന ഒരു ഗൂഢ ഉദ്ദേശം കൂടി ഈ നിയമ ഭേദഗതികളിൽ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ആദ്യമേ തന്നെ ഉൾക്കൊള്ളണം. മറ്റൊന്ന്, ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒന്ന്, കൊളോണിയൽ ക്ലച്ചസിൽ നിന്ന് മോചിപ്പിച്ചു. അതിന് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത്, ഇത് എന്നാരംഭിച്ചു, ഈ നിയമങ്ങൾ 1800, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആരംഭിച്ച നിയമങ്ങളാണ്. CRPC 1894 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. IPC 1860 എവിഡൻസ് ആക്ട് 1870 ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രയായി 1947. സ്വതന്ത്രയായതിനു ശേഷം 6 ലോ കമ്മീഷൻ റിപ്പോർട്ടുകൾ എന്താണ് മാറ്റങ്ങൾ ഈ ക്രിമിനൽ നിയമങ്ങളിൽ വരുത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പരിശോധിച്ച് പാർലമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ, അതുപോലെ തന്നെ നിരവധി മേഖലയിലുള്ള ആളുകൾ പല തലത്തിൽ ചർച്ച ചെയ്ത്, അതായത് 13 വർഷത്തെ ഒരു വലിയ പരിശ്രമത്തിന് ശേഷം 1973 പുതിയ ക്രിമിനൽ നിയമം ഉണ്ടായി, CRPC. 1973 വന്ന നിയമം കൊളോണിയൽ ക്ലച്ചസിന്റെ പിടിയിലായിരുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? അത് മാത്രമല്ല, ആ 1973 ക്രിമിനൽ നടപടി നിയമം പല പ്രാവശ്യമായി സുപ്രീം കോടതി ഇടപെട്ട് അത് 18 പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയും ഇന്ത്യൻ പാർലമെന്റ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ IPC 75 പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. എവിഡൻസ് ആക്ട് 26 പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ കോടതികൾ, ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വളരെ കൂലങ്കർഷമായി ആലോചിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ ഓരോന്നായിട്ട് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജൂലൈ 1-ന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ക്രിമിനൽ നടപടി നിയമങ്ങൾ ഇന്ത്യൻ നിയമങ്ങളാണ്, അല്ലാതെ ബ്രിട്ടീഷ് രാജ് ഉണ്ടാക്കിയതല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അംഗീകരിച്ച
ഇന്ത്യയിലെ പരമോന്നത കോടതി മുതൽ താഴെ തലത്തിലുള്ള കോടതികൾ വരെ അംഗീകരിച്ച നിയമങ്ങളാണ്. അത് ഇന്ത്യൻ നിയമങ്ങളാണ്. അവയെയാണ് ഇപ്പോൾ ജൂലൈ 1-ാം തീയതി മാറ്റിയിരിക്കുന്നത്. 1. 2, കഴിഞ്ഞ ഡിസംബറിലാണ് ഈ പുതിയ മാറ്റങ്ങൾക്കുള്ള ബില്ലുകൾ പാസ്സായത് പാർലമെന്റിൽ. അത് പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എംപിമാർ സഭയിലുണ്ടായിരുന്നില്ല. അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. ഒഴിഞ്ഞ കസേരകളായിരുന്നു ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ബെഞ്ചുകൾ. ആ ഫലപ്രദമായ ഒരു ഡിസ്കഷനും കൂടാതെ, ഒരു ഡിബേറ്റും കൂടാതെ പാസാക്കിയ നിയമങ്ങൾ. ഇന്ത്യയിലെ ബാർ കൗൺസിലുകളുമായി ആലോചിച്ചില്ല. ഇന്ത്യയിലെ ജില്ലാ കോടതികളുടെ പ്രതിനിധികളുമായിട്ട് ആലോചിച്ചില്ല. മറ്റ് ലീഗൽ ലൂമിനറീസുമായി ആലോചിച്ചില്ല. സംസ്ഥാനങ്ങളുമായിട്ട് ആലോചിച്ചില്ല. സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാരുമായിട്ട് ആലോചിച്ചില്ല. ഇത്തരത്തിലുള്ള ഒരു ആലോചനയും കൂടാതെയാണ് ഈ നിയമങ്ങൾ പാസാക്കിയത്. ഒരു ചർച്ചയും കൂടാതെ. എന്തിനേറെ പറയുന്നു, ലോ കമ്മീഷനെ പോലും അറിയിക്കാതെ, ലോ കമ്മീഷന്റെ ഒരു ഉപദേശം പോലും തേടാതെയാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 1. ഡിസംബർ മാസം കഴിഞ്ഞിട്ട് ജൂലൈ 1-ാം തീയതി നടപ്പിലാക്കുകയാണ്. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ദീർഘമായ കാലയളവുണ്ടായിരുന്നു. ഡിസംബറിന് ശേഷം ജൂലൈ വരെ. ഇതിനിടയിൽ എന്ത് തയ്യാറെടുപ്പ് നടത്തിയാണ് ഈ 3 നിയമങ്ങൾ ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കിയത്? അത് അതായത് ഒരു വല്ലാത്ത ഒരു ധൃതി, ഒരു ഹേസ്റ്റ് ഈ നിയമം നടപ്പിലാക്കുന്നതിന് ഉണ്ടായി. മറ്റൊന്ന്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊളോണിയലൈസേഷൻ അല്ല, ഇന്ത്യൻ നിയമങ്ങൾ തന്നെയാണ് മാറ്റിയത്. മറ്റൊന്ന്, ഇത് പെൻഡൻസി കുറയ്ക്കും എന്നാണ്. കോടതികളിലെ പെൻഡൻസി കുറയ്ക്കും. ജൂലൈ മാസം 1-ാം തീയതി മുതൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലാണ്. പുതിയ നിയമം അതിനുശേഷം പ്രോസ്പെക്റ്റീവായിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമുള്ള നിയമം ശിക്ഷയെ സംബന്ധിക്കുന്നത്, കുറ്റങ്ങളെ സംബന്ധിക്കുന്നത്, അത് പ്രോസ്പെക്റ്റീവായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ പുതിയ നിയമത്തിലാണ്. എന്നാൽ പഴയ നിയമത്തിൽ രജിസ്റ്റർ ചെയ്ത ധാരാളം കേസുകൾ, ലക്ഷക്കണക്കിന് കേസുകൾ വിവിധ കോടതികളിലിരിക്കുന്നു. അവയൊക്കെ പഴയ നിയമപ്രകാരം തന്നെ തീർക്കണം. അത് സുപ്രീം കോടതിയിൽ വരെ എത്തേണ്ട കേസുകളുണ്ട്. മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞാലും പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോടതികൾ നിൽക്കുന്നു. ഇത് പെൻഡൻസി വർദ്ധിപ്പിക്കുകയുള്ളൂ. മറ്റൊന്ന്, ജൂലൈ മാസം 1, അതിന് തൊട്ടു മുമ്പ് ജൂൺ മാസം 30-ാം തീയതി, 29-ാം തീയതി, 25-ാം തീയതി ഒക്കെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിംഗ് ടു ദി പോലീസ് അത് ജൂലൈ മാസം 1-ന് ശേഷമാണ് വരുന്നതെങ്കിൽ സംഭവം പഴയ കാലഘട്ടത്തിൽ, രജിസ്റ്റർ ചെയ്യുന്നത് പുതിയ നിയമത്തിൽ. ഇതിലേതാണ് ബാധകം? ശിക്ഷ ഏതാണ് ബാധകം? അൺഎൻഡിങ് ആയിട്ടുള്ള കേസുകളായിരിക്കും തുടർന്ന് ഉണ്ടാവുക എന്നുള്ളത് ഒരു സംശയം വേണ്ട. അതായത് ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ, നിയമപ്രശ്നങ്ങൾ നിരവധി വർഷങ്ങളോളം കോടതികൾക്ക് ഒരു തലവേദനയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊന്ന്, ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പോൾ 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ ഉള്ള കേസുകൾ, ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2014 ശേഷം ലളിതകുമാരി വേഴ്സസ് UP ആ കേസിന്റെ വിധി വന്നതിന് ശേഷം ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ പോലീസിനോട് പറയുന്നത് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാം. അതുകൊണ്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ, ആ ഫസ്റ്റ് ഇൻഫർമേഷന്റെ പ്രാധാന്യം ആദ്യം ചെന്ന് പറയുമ്പോൾ അതിനകത്തൊരു എംബലിഷ്മെന്റ് ഇല്ല, അതിനകത്ത് ഒരു കൂട്ടിച്ചേർക്കലില്ല, ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. പെട്ടെന്ന് ചെന്നു പോലീസിനോട് പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പിന്നീടാണ് നടത്തേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പുതിയത് വന്നിരിക്കുന്നു. 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ഉള്ള കേസുകൾ പോലീസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞാൽ പോലീസ് അതിനെ സംബന്ധിച്ച് കേസ് അന്നേരം എടുക്കേണ്ടതില്ല. ഒരു പ്രൈമ ഫേസി കേസുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം പോലീസ് കേസെടുത്താൽ മതി. അതായത് ഒരു യുവതിയെ നടുറോഡിലിട്ട് ആസിഡ് ഒഴിച്ച് ആക്രമിച്ചു, അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തു,
ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമ ഫേസി കേസുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് ഇൻസ്പെക്ടർക്ക് SHOയ്ക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബോധ്യപ്പെടണം. ഇതുവരെ പ്രൈമ ഫേസി കേസുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കോടതികൾക്കായിരുന്നു. ഇപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുക. അതിനുശേഷം വേണമെങ്കിൽ ആ ഉദ്യോഗസ്ഥന് തോന്നുന്നുവെങ്കിൽ ബോധ്യപ്പെടുന്നുവെങ്കിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്താൽ മതി എന്നത് സുപ്രീം കോടതി ലളിതകുമാരി കേസിനകത്ത് ഉണ്ടാക്കിയ ആ ഒരു നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കേസ് എടുപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഈ പുതിയ നിയമവും പഴയ നിയമവും നോക്കിയാൽ ചാപ്റ്ററൈസേഷൻ മുതൽ സെക്ഷൻസ് വരെ വെരി സെയിം 10 സെക്ഷൻ മാത്രമേ CRPCയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. 10 എല്ലാം പഴയത് തന്നെ. പക്ഷെ സെക്ഷൻസ് എല്ലാം മാറിയിരിക്കുന്നു. IPCയുടെ സെക്ഷൻ മാറി എന്നുള്ളതേ ഉള്ളൂ. സെയിം പ്രൊവിഷൻ. എന്തിനായിരുന്നു ഈ കൺഫ്യൂഷൻ? എന്തിനാണ് ഈ ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതൊരു ഒരു 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 വല്ലാത്ത മെസ്സായി ഈ ക്രിമിനൽ നടപടികളെയും ക്രിമിനൽ കോടതികളെയും മാറ്റുന്ന തരത്തിലുള്ള ഒരു അമെൻമെന്റാണ്, അല്ലെങ്കിൽ ഒരു പുതിയ നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് കസ്റ്റഡി. 15 ദിവസം മാത്രമേ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കാൻ ഒക്കൂ. 2 തരത്തിലുള്ള കസ്റ്റഡിയാണ് ഉള്ളത്. ഒന്ന് പോലീസ് കസ്റ്റഡി, മറ്റൊന്ന് ജുഡീഷ്യൽ കസ്റ്റഡി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ള ആളിനെ ജയിലിൽ ജുഡീഷ്യൽ സൂപ്പർവിഷനിൽ ആണ്, പ്രൊട്ടക്ഷനിലാണ് പാർപ്പിക്കുന്നത്. പോലീസ് കസ്റ്റഡി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവരുടെ ലോക്കപ്പിലും. എത്ര നാൾ വരെ പോലീസിന് ഇന്ററോഗേഷന് വേണ്ടിയിട്ട് ഒരാളിനെ കസ്റ്റഡിയിൽ വെക്കാം? 15 ദിവസങ്ങൾ മാത്രമേ ഒരാളിനെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുകയുള്ളൂ, പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ. ഇപ്പോൾ 15 മുതൽ 60 ദിവസം വരെയോ 90 ദിവസം വരെയോ പോലീസിന് കസ്റ്റഡിയിൽ വെക്കാം. 15 ദിവസമാണ് പോലീസ് കസ്റ്റഡി എങ്കിൽ ആ 15 ദിവസം എന്നത് ഇൻ പാർട്ട്, അത് 5 ദിവസം ഒരു പ്രാവശ്യം എടുക്കാം, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം എടുക്കാം. അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ തീർന്നു എന്ന് പോലീസ് പറയുന്നതുവരെ ജാമ്യം പോലും കിട്ടാൻ അർഹതയില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ ഈ നിയമം ഒരു പോലീസ് രാജിന് വേണ്ടിയിട്ട്, പോലീസിന് വേണ്ടി മാത്രം ഒരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. UAPA കേസിനകത്ത് 30 ദിവസത്തിന് ശേഷം കസ്റ്റഡിയിൽ വെക്കണമെങ്കിൽ അതിന് പ്രത്യേകമായി അഫിഡവിറ്റ് കൊടുത്ത് കോടതിയുടെ പെർമിഷനോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇവിടെ അതൊന്നുമില്ലാതെ തന്നെ പോലീസിന് അൺഫെറ്റേഡ് ആയിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്ന് ഹാൻഡ് കഫിങ് എങ്ങനെ നടത്താം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിധി തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പ്രിസൺ റൂൾ ഉണ്ടായിരുന്നു. ചില പ്രത്യേക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന ആളുകളെയൊക്കെ ഹാൻഡ് കഫ് ചെയ്ത് കൊണ്ടുപോകാം എന്നായിരുന്നു പ്രിസൺ റൂൾ പറഞ്ഞിരുന്നത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചങ്ങലക്കിട്ട് മൃഗങ്ങളെ പോലെ ഈ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഇന്നസെന്റ് ആണ് എന്ന് നിയമപ്രകാരം ബോധ്യമുള്ള ആളുകളെ ചങ്ങലക്കിട്ടിങ്ങനെ റോഡിൽ കൂടെ പരേഡ് ചെയ്യിക്കരുതെന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വിധി വന്നു. എന്ന് മാത്രമല്ല, ആ പ്രിസൺ റൂള് സ്ട്രക്ക് ഡൗൺ ചെയ്തു. പക്ഷെ ഇപ്പൊ ഇവിടെ ഹാബിച്വൽ ഒഫൻഡേഴ്സ്, നേരത്തെ മുതൽ ഹാബിച്വൽ ഒഫൻഡേഴ്സിന് പറ്റുമായിരുന്നു. എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ, റെയർ ഒക്കേഷൻസിൽ മാത്രം ഹാൻഡ് കഫ് ചെയ്ത് കൊണ്ടുപോകാം, കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകാം. പക്ഷെ ഇപ്പോ റിപ്പീറ്റ് ഒഫൻസും ആളുകളും, റിപ്പീറ്റ് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേസുകൾ ഉള്ള ആളുകൾ. ഒന്നിലധികം കേസുകൾ ഉണ്ടെങ്കിലും ആ കേസൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, വിചാരണയായിട്ടില്ല. ഒന്നിലധികം കേസുകൾ, സാധാരണ മാട്രിമോണിയൽ കേസുകൾക്കകത്ത് വരുമ്പോൾ ഒരു സ്ത്രീയെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ കൊടുക്കുന്നത് കാണാറുണ്ട്. 498A അനുസരിച്ച് കൊടുക്കും,
വീട്ടിനകത്ത് കയറി അതിക്രമിച്ചു എന്ന് പറയും, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അനുസരിച്ച് കേസ്, ഇങ്ങനെ നിരവധി കേസുകൾ കൊടുത്തെന്നിരിക്കും. അതൊക്കെ റിപ്പീറ്റ് ഒഫൻസായി കണക്കാക്കിയാൽ അവരെയൊക്കെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകാനുള്ള അധികാരം കൊടുക്കുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സെഡീഷൻ അത് കോടതി സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. പക്ഷേ ബാക്ക് ഡോറിൽ കൂടെ മറ്റൊരു സെക്ഷനിൽ രാജ്യദ്രോഹ കുറ്റം ഈ പീനൽ കോഡിൻ്റെ ഒരു ഭാഗമാക്കിയിരിക്കുകയാണ്. പ്രസംഗത്തിലൂടെയാണെങ്കിലും ആംഗ്യത്തിലൂടെയാണെങ്കിലും മറ്റ് ഏതെങ്കിലും മാർഗത്തിലൂടെ രാജ്യത്തിന് ദ്രോഹകരമായ പ്രവൃത്തി ചെയ്യുന്നവരെ അവർക്കെതിരെ കേസെടുക്കാം എന്നാണ്. അതായത് പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ ഡെഫിനിഷൻ നൽകാത്ത ഒരു കാര്യത്തിന് പോലും കേസെടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അഡൽട്ടറിയും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കുറ്റമല്ലാതായി മാറിയിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായ ആളുകൾ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇത്തരത്തിലുള്ള ബന്ധപ്പെടൽ മറ്റ് ആളുകളുമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് കുറ്റകരമായി ഇതിനകത്ത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ വളരെ പ്രമാദമായ കാര്യങ്ങളിൽ പോലീസിന് കൂടുതൽ അധികാരം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ നിയമം മാറിയിരിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറഞ്ഞാൽ പുതിയതും പഴയതും എന്നുള്ളത് സെക്ഷൻ മാറി എന്നുള്ളതല്ലാതെ 95% പഴയ നിയമമാണ്. 5% മാത്രമേ പുതിയ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ. ആ മോബ് ലിഞ്ചിങ് എന്നുള്ളത് നേരത്തെ തന്നെ മോബ് ലിഞ്ചിങ് ഒരാൾ മരിക്കുകയാണ്, ആളുകൾ കൊല്ലുകയാണ്, മർഡർ കേസാണ്, കൊലപാതക കുറ്റമാണ്. പക്ഷേ മോബ് ലിഞ്ചിങ് ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ആ മോബ് ലിഞ്ചിങ്ങിന് 5 അതിലധികമോ ആളുകൾ ഏക മനസ്സോടുകൂടി ഒരേ തരത്തിൽ അവർ ഏക മനസ്സോടുകൂടി ഈ ആളിനെ കൊല്ലുന്നതിൽ പങ്കാളിയാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരത്തിൽ തന്നെ അവർ ചിന്തിക്കുന്നു എന്നുള്ളത് അത് വളരെ സബ്ജക്റ്റീവാണ്. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? അപ്പോൾ മോബ് ലിഞ്ചിങ് നേരത്തെ തന്നെ കൊലപാതക കുറ്റമാണെങ്കിൽ ആ കൊലപാതക കുറ്റത്തിൽ ഒരല്പം വെള്ളം ചേർക്കുന്ന തരത്തിലാണ് മോബ് ലിഞ്ചിങ്ങും ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് അറ്റാച്ച്മെന്റിനുള്ള, അതായത് ഇപ്പോൾ 420 ചീറ്റിംഗ് ആണ്. ആ 420യിൽ ഉള്ള പ്രൊസീഡ്സ് കൊണ്ട് മേടിച്ചതാണ് എന്ന് ഇൻവെസ്റ്റിഗേഷനിൽ ബോധ്യമായി കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള പവേഴ്സ് പോലീസിന് കൊടുത്തിരിക്കുക. അത്തരത്തിലുള്ള അറ്റാച്ച്മെന്റിന് വരെ ഉള്ള ഒരു അധികാരം പോലീസിന് വല്ലാത്ത അധികാരങ്ങൾ നൽകുന്ന തരത്തിലേക്കാണ് ഈ ഭേദഗതികൾ ഓരോന്നും വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷനിൽ ഒരു നല്ല കാര്യം എല്ലാം വീഡിയോഗ്രാഫി ചെയ്യണം. ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഭാഗങ്ങളും റിക്കവറി ഉണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ടും വേണം. പക്ഷേ ഫോറൻസിക് എക്സ്പെർട്സിന് കൊടുക്കാനുള്ള ബാധ്യത സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. എക്സ്പെർട്സ് ഇപ്പം ഇല്ല, പല സ്ഥലങ്ങളിലും ഇല്ല. അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാക്കുന്നതിനോടുകൂടി ധാരാളം ഫോറൻസിക് എക്സ്പെർട്സ് വേണം. പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് 5 വർഷ കാലാവധി കൊടുത്തിരിക്കുകയാണ് എക്സ്പെർട്സിനെ കൊടുക്കാൻ. അപ്പോൾ 5 വർഷക്കാലത്തിനകത്ത് നടക്കുന്ന ഈ പറയുന്ന ആക്ഷൻസ്, റിക്കവറി, അതുപോലുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ ഫോറൻസിക് എക്സ്പേർട്ടിന്റെ റിപ്പോർട്ട് ഇല്ലെങ്കിൽ, FSL റിപ്പോർട്ട് ഇല്ല എങ്കിൽ ആ കേസ് തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് വേണ്ടത്ര ആലോചനയില്ലാതെ പോലീസിന് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ പൗരന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഉള്ള വലിയ മാരകമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഈ 3 ഭേദഗതികളും വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അത് ഗൗരവമായി ഉൾക്കൊണ്ട് കോടതികളുടെ ഇടപെടൽ തീർച്ചയായും അക്കാര്യത്തിലുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഫലപ്രദമായ ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഫലപ്രദമായ രീതിയിൽ ഇതിനൊരു പരിഹാരം കേന്ദ്രം തന്നെ കണ്ടെത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.